IPL-ന്റെ 18ാം സീസൺ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 10 ടീമുകളിൽ 6 ടീമും ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. ഇനി കിരീടത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവശേഷിക്കുന്നത്. വെറും 4 ടീമുകൾ മാത്രമാണ് ഇനിയുള്ളത്. 5 തവണ ചാമ്പ്യന്മാരായി റെക്കോർഡിട്ട മുംബൈ ഇന്ത്യൻസ്, 1 തവണ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ്, ഇതുവരെ കിരീടഭാഗ്യം ലഭിക്കാത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ് എന്നിവർ തമ്മിലാണ് ഇനി ട്രോഫിക്കായുള്ള പിടിവലി. പോയിന്റ് പട്ടികയിൽ നിലവിൽ തലപ്പത്ത് GTU, രണ്ടാമത് RCBയുമാണ് ഇപ്പോഴുള്ളതെങ്കിലും ഈ പൊസിഷൻ മാറിയേക്കും. കാരണം ഈ ടീമുകളെല്ലാം അവസാന മത്സരങ്ങൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. പ്ലേ ഓഫിലെ 4 ടീമുകളിൽ അടുത്ത മാസം 3-ന് നടക്കാനിരിക്കുന്ന കലാശപ്പോരിൽ ആരൊക്കെയാകും മുഖാമുഖം വരിക എന്നുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. മറ്റുള്ള ഭൂരിഭാഗം ടൂർണമെന്റുകളെയും പോലെ ലീഗ് ഘട്ടം, സെമി ഫൈനൽ, ഫൈനൽ എന്നിങ്ങനെ ഒരു ഘടനയല്ല IPL-നുള്ളതെന്നും കാണാം. ഫൈനലിന് മുമ്പ് പ്ലേ ഓഫിൽ 3 മത്സരങ്ങളാണുള്ളത്. ഇവയുടെ ഫലമാണ് ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുക. പ്ലേ ഓഫിലെ ആദ്യത്തെ പോരാട്ടം ക്വാളിഫയർ 1 ആണ്. പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർ തമ്മിലാണ് ഈ മത്സരത്തിൽ പോരാട്ടം ഉണ്ടാവുക. ഇതിനെ മറ്റൊരു തരത്തിൽ സെമി ഫൈനൽ എന്ന് തന്നെ വിളിക്കാം. കാരണം ഇതിൽ ജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടും. പക്ഷേ തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്നും പുറത്താവില്ലെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർക്ക് ഫൈനൽ ടിക്കറ്റിനായി ഒരു അവസരം കൂടി ലഭിക്കും. പക്ഷേ എതിരാളികളെ അറിയാൻ അല്പം കാത്തിരിക്കേണ്ടി വരും. ക്വാളിഫയർ 1-ന് ശേഷം നടക്കുക എലിമിനേറ്റർ പോരാട്ടമാണ്. പോയിന്റ് പട്ടികയിൽ 3-ഉം 4-ഉം സ്ഥാനങ്ങളിലുള്ള ഈ മത്സരത്തിൽ കൊമ്പുകോർക്കും. പേര് പോലെ തന്നെ ഈ കളിയിൽ തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്നും പുറത്താവും. എലിമിനേറ്റർ വിജയിയും ആദ്യ ക്വാളിഫയറിൽ തോറ്റ ടീമും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീമുകളെ തീരുമാനിക്കുക. പ്ലേ ഓഫിലെ ഈ ഘടന കണ്ടാൽ പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങൾ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും അധികം ഫൈനൽ സാധ്യതയെന്ന് കാണാം. കാരണം ക്വാളിഫയർ 1-ൽ മാത്രം ജയിച്ചാൽ അവർക്ക് ഫൈനലിൽ കടക്കാം. ഇനി ഇതിൽ തോറ്റാലും 2ാം ക്വാളിഫയർ എന്ന മറ്റൊരു അവസരം കൂടി ഫൈനലിലെത്താൻ അവർക്ക് അവസരമുണ്ട്. പക്ഷേ പോയിന്റ് പട്ടികയിലെ 3-4 സ്ഥാനങ്ങളിലേക്ക് എലിമിനേറ്ററിൽ തോറ്റാൽ രണ്ടാമതൊരു ചാൻസ് ഇല്ല. ഇനി ജയിച്ചാൽ ഫൈനലിൽ കടക്കാൻ മറ്റൊരു കടമ്പ കൂടി കടക്കുകയും വേണം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ IPL ഫൈനൽ കളിക്കാൻ ഏറ്റവും അധികം സാധ്യത പോയിന്റ് പട്ടികയിലെ ആദ്യത്തെ 2 സ്ഥാനാർത്ഥികൾക്കാണ്, ആദ്യത്തെ 2 സ്ഥാനക്കാർക്കാണെന്നും നിസ്സംശയം പറയാം. നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ 2-ൽ ഫിനിഷ് ചെയ്യാൻ ഏറ്റവും അധികം സാധ്യത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ്. 2 കളികൾ ബാക്കി നിൽക്കെ അവർക്ക് 70% ചാൻസ് ഉണ്ട്. 2ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. 60% അവർക്കുള്ള സാധ്യത. അതിനാൽ ഫൈനലിൽ എത്താൻ ഏറ്റവും അധികം സാധ്യതയുള്ളതും ഈ 2 ടീമുകൾ തന്നെയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് സാധ്യതയിൽ 3ാം സ്ഥാനത്താണ്. 50% സാധ്യതയുള്ളത്. ഒരു മത്സരം അവർക്ക് ശേഷിക്കുന്നുണ്ട്. ഏറ്റവും കുറവ് ശതമാനം മുംബൈ ഇന്ത്യൻസിനാണ്. ഒരു കളി ശേഷിക്കെ ആദ്യ 2 ടീമുകളിൽ ഒന്നാവാൻ വെറും 15% മാത്രമേ സാധ്യതയുള്ളൂ.